ഹായ് എവ്രി വൺ. അപ്പോൾ ഈ വീഡിയോ തുടങ്ങുന്നതിന് മുന്നേ ഒരു ചെറിയ ഡിസ്ക്ലൈമർ. ഈ വീഡിയോ കണ്ടിട്ട് പലരും പറയും മേ ബി യു മൈ തിങ്ക് ദാറ്റ് ഐ എം ട്രൈങ് ടു സിമ്പതൈസ്. ആൻഡ് ഈ വീഡിയോ ആർക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫോർ ദ പീപ്പിൾ ഹു ലിറ്ററലി ഫീൽസ് ലൈക്ക് ദേ ആർ ഫെയിലിംഗ്, നത്തിങ് ഈസ് വർക്കിംഗ് ഔട്ട് ഫോർ ദം. ബിക്കോസ് ഈ വീഡിയോ എനിക്ക് വേണ്ടി തന്നെ ചെയ്യുന്നൊരു വീഡിയോ പോലെയാണ്. കാരണം ഞാൻ ആ ഒരു റൂട്ടിൽ കൂടെ പോയിരുന്നപ്പോൾ ഐ ജസ്റ്റ് വാണ്ടഡ് സംബഡി ടു ടെൽ മീ സംതിങ് ലൈക്ക് ദിസ്. സോ ഇതങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടാണ്. ബാക്കിയുള്ളവർക്ക് വേറെ എന്ത് ചിന്തിച്ചാലും ഐ ഡോണ്ട് ഓണസ്റ്റ്ലി കെയർ, ബിക്കോസ് ദിസ് ഈസ് ഫോർ ഓൺലി ദോസ് പീപ്പിൾ. സോ യാ, ഹായ് എവ്രി വൺ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇത് പറഞ്ഞിട്ട് 8 മാസത്തിന് മുകളിലായി. ആൻഡ് ഈ ഒരു വീഡിയോയ്ക്ക് വേണ്ടിയിട്ടാണ് ഞാൻ കഴിഞ്ഞൊരു 8 മാസമായിട്ട് അല്ലെങ്കിൽ 9 മാസമായിട്ട് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇഫ് this thing have never happened, I might have just completely stopped doing YouTube because I was going through that. ഞാനൊരു ചെറിയ ബാക്ക്ഗ്രൗണ്ട് പറയാം. ഞാനൊരു ഡിസൈൻ ഗ്രാജുവേറ്റ് ആണ്. ആൻഡ് അതും എൻ്റെ ഒരു പറഞ്ഞ പോലെ ഒരു മാനിഫെസ്റ്റേഷൻ സോർട്ട് ഓഫ് തിങ് ആയിരുന്നു. ആൻഡ് ദിസ് വീഡിയോ ഇസ് നോട്ട് ജസ്റ്റ് അബൌട്ട് മാനിഫെസ്റ്റേഷൻ ഓർ എനിത്തിങ്. ഓക്കെ, സോ എൻ്റെ എല്ലാം പഠിപ്പൊക്കെ കഴിഞ്ഞിട്ട് ഒരു 6 മാസത്തിന് ശേഷമാണ് എനിക്ക് എൻ്റെ ഫസ്റ്റ് ജോബ് കിട്ടുന്നത്, വിച്ച് ഐ ഓൾവേസ് വാണ്ടഡ് ടു ബി ഇൻ മുംബൈ. ആൻഡ് ഐ ഗോട്ട് ദിസ് ജോബ് സോ ഫാസ്റ്റ്. ആൻഡ് ഈ ഒരു 6 മാസത്തിൽ ഞാൻ വിചാരിച്ചു ദാറ്റ് ഈസ് ദി എൻഡ് ഓഫ് മൈ ലൈഫ്. ദിസ് മൈറ്റ് ബി ദ മോസ്റ്റ് വേർസ്റ്റ് സിറ്റുവേഷൻ ഐ ഹവ് ബീൻ ത്രൂ എന്നൊക്കെ. ഐ ഹവ് ബീൻ ഫോർ തെറപ്പി ആൻഡ് ഓൾ ദോസ് തിങ്സ്. ആൻഡ് വെൻ ഐ വെൻറ്റ് ടു മുംബൈ, ദാറ്റ്സ് ദ ടൈം വെൻ ഐ സ്റ്റാർട്ടഡ് ലൂസിങ് മൈ സെൽഫ്. ബിക്കോസ് അതിന് മുന്നേ ഞാൻ പല ജോലിക്കും പോയി, ലൈക്ക് 2 days 3 days, nothing was working out. I was devastated and nothing was actually working out because അതിന് മുന്നേ my life was actually very happening. കോളേജ്, ഇന്റേൺഷിപ്പ്, അതൊക്കെ വലിയ വലിയ കമ്പനീസ് ആയിട്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിരുന്നു. And once I went for this job, I started staying alone. Not alone, I was sharing room with few people. അപ്പോൾ എന്താ ഉണ്ടായതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ അവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ എൻ്റെ ഹെൽത്ത് ഭയങ്കര വീക്കായി തുടങ്ങി. കാരണം ഞാൻ മെൻ്റലി ഭയങ്കര വീക്കായിരുന്നു. ഞാൻ മുംബൈയിലെത്തിയപ്പോൾ എൻ്റെ ഉദ്ദേശിച്ച ഒരു ടൈപ്പ് ഓഫ് കാര്യമേ അല്ല അവിടെ നടന്നുകൊണ്ടിരുന്നത്. ഐ വാസ് മെൻ്റലി സോ ബ്രോക്കൺ. ഐ വാസ് നോട്ട് നോയിങ് വാട്ട് വാസ് ഹാപ്പനിങ് ഇൻ മൈ ലൈഫ്. ഐ ഗെയിൻഡ് എ ലോട്ട് ഓഫ് വെയിറ്റ്. പിന്നെ എനിക്ക് എപ്പോഴും ഉറക്കം വരിക, അങ്ങനെ ഫുൾ പ്രശ്നങ്ങൾ. ആൻഡ് ഐ വാസ് റണ്ണിങ് ടു വൺ ഹോം ടു അനദർ, ലൈക്ക് കസിൻസ്, ഫ്രണ്ട്സിൻ്റെ ഫാമിലി, അങ്ങനെ. സോ എനിക്ക് എവിടെയും എൻ്റെ ഒരു വീടായിട്ട് തോന്നുന്നുണ്ടായിരുന്നില്ല. സോ അൺഫോർച്ചുനേറ്റ്ലി ആഫ്റ്റർ 6 months I had to leave the job. Not just because of that, because of many other reasons. I can't just tell it right now. And ഞാനത് വിട്ടു, നാട്ടിലേക്ക് വന്നു. നാട്ടിലേക്ക് വന്നപ്പോൾ എൻ്റെ പ്ലാൻ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഐ വാണ്ടഡ് to again land on a good job, and that was an impulsive decision to leave that job because എനിക്ക് പറ്റുന്നില്ല എന്നായി. ഞാൻ നാട്ടിലേക്ക് വന്നപ്പോൾ എല്ലാവരും എന്നോട് പറഞ്ഞു, നീ ചെയ്തൊരു പൊട്ട ഡെസിഷനാണ്, ഒരു സോഴ്സ് ഓഫ് ഇൻകം നീ നഷ്ടപ്പെടുത്തി. എല്ലാം ആൾക്കാർക്ക് അത് മാത്രമേ കാണാനുണ്ടായിരുന്നുള്ളൂ. പക്ഷേ മെൻ്റലി വേർ ഐ വാസ് ലൈക്ക് ലിറ്ററലി ലുക്കിംഗ് ലൈക്ക് നോട്ട് മീ. എനിക്ക് എൻ്റെ ഒരു സെൻസ് ഓഫ് സെൽഫൊക്കെ നഷ്ടപ്പെടാൻ തുടങ്ങി. ബട്ട് ഇറ്റ് വാസ് ഫൈൻ. എന്നിട്ട് അപ്പോൾ ഞാൻ വിചാരിച്ചു, ഓക്കെ, ദിസ് ഈസ് ദ വേർസ്റ്റ് സ്റ്റേജ്. വീട്ടിലേക്ക് വന്നു. വീട്ടിൽ there was a lot of issues. പക്ഷെ അതൊന്നും എനിക്കിപ്പോൾ പറയാൻ പറ്റില്ല എന്താണെന്നുള്ളത്, ബിക്കോസ് it's not just about me, it's also about my family, so I can't just tell this on a public platform. പക്ഷേ yes, it was very very difficult. Financially it was completely difficult for me. I felt like abandoned. like ഞാൻ കോളേജിലുള്ളപ്പോൾ എപ്പോഴും ഏൺ ചെയ്തുകൊണ്ടിരുന്നൊരു വ്യക്തിയാണ്. ഇൻഫാക്ട് എൻ്റെ ക്ലാസ്സിൽ ഞാനായിരിക്കും ഫസ്റ്റ് ഏണൊക്കെ ചെയ്യാൻ തുടങ്ങിയത്. ആൻഡ് അതിലൊക്കെ ഞാൻ ഭയങ്കര പ്രൗഡായിരുന്നു. പക്ഷേ ആ ഒരു സമയത്ത് സത്യം പറഞ്ഞാൽ ഒന്നുമില്ലാത്തൊരവസ്ഥയായി. കുറച്ചൊക്കെ ലൈക്ക് ഭയങ്കര ചെറിയൊരു എമൗണ്ട് ഇടയ്ക്കൊക്കെ കിട്ടിയിരുന്നു ത്രൂ നോട്ട് ജസ്റ്റ് ത്രൂ യൂട്യൂബ്, പക്ഷേ ചെറിയ ബ്രാൻഡ് ഡീൽസൊക്കെ പോലെ. ആൻഡ് അത് കഴിഞ്ഞിട്ട് ഞാൻ ജൂണൊക്കെ സമയത്ത് ഞാനൊരു ജോലിക്ക് പോയി. ഇതേപോലെ റെഫറൽ വന്നിട്ട് എൻ്റെ അമ്മയുടെ ത്രൂ പോയി 2 ദിവസം നിന്നു. ഹോസ്റ്റലൊക്കെ എടുത്തു. ഐ വാസ് നോട്ട് ഫീലിംഗ് മൈ സെൽഫ് ആൻഡ് ഐ ജസ്റ്റ് ലെഫ്റ്റ് ദാറ്റ് ജോബ് ഇൻ 2 days. അഗൈൻ ആൾക്കാർ പറഞ്ഞു, പൈസ കളഞ്ഞു, നിനക്ക് എവിടെയും പറ്റില്ല, അങ്ങനെ. കാരണം എൻ്റെ മനസ്സിൽ എൻ്റെ ഒരു ലൈഫ് അങ്ങനെയല്ല ഞാൻ കണ്ടിട്ടുള്ളത്. ബിക്കോസ് it's like ചിലർ പറയും ഇത് സെൽഫിഷ്നെസ് ആണെന്ന്, പക്ഷേ ഇറ്റ്സ് നോട്ട് സെൽഫിഷ്നെസ്. ബിക്കോസ് ഞാൻ ചെറുപ്പത്തിൽ എങ്ങനെയായിരുന്നു എന്നുള്ളത് എനിക്കറിയാം, എൻ്റെ കൂടെയുള്ളവർക്കറിയാം. ഐ വാസ് എ വെരി ഷൈ പേഴ്സൺ. ഐ വാസ് എ കംപ്ലീറ്റ് ഇൻട്രോവേർട്ട്. ആൻഡ് നോട്ട് ജസ്റ്റ് ദാറ്റ്, ഐ വാസ് അക്കാഡമിക്കലി വെരി വീക്ക് ആൻഡ് എവറിത്തിങ് വാസ് ഹിയർ ആൻഡ് ദെയർ. എനിക്ക് ഒരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നില്ല. ആൻഡ് അന്ന് ഞാൻ നിൽക്കുന്ന ഒരു സ്ഥലത്തുണ്ടായിരുന്ന കോൺഫിഡൻസ് ഞാൻ ഉണ്ടാക്കിക്കൊണ്ടുവന്നതാണ്. അതെനിക്ക് താഴത്തോട്ട് കളയാൻ പറ്റില്ല. മൈ ലാംഗ്വേജ്, എവറി സിംഗിൾ തിങ്. അപ്പോൾ അങ്ങനൊരു സിറ്റുവേഷൻ, അങ്ങനെ പലരും പലതും പറഞ്ഞു. ആൻഡ് മന്ത്സ് പാസ്റ്റ്. എല്ലാവരും ലൈക്ക് കടുപ്പിക്കാൻ തുടങ്ങി. വീട്ടിലുള്ളവരൊക്കെ ചൂടാവാൻ തുടങ്ങി. വീട്ടിലുള്ളവർക്കൊക്കെ ഡൺ എന്ന് പറയാൻ തുടങ്ങി. അങ്ങനെ വന്നപ്പോൾ ഞാനും ഭയങ്കരമായിട്ട് വെയിറ്റ് കൂടി തെറ്റാന്ന് പറയില്ല, പക്ഷേ ഇറ്റ് വാസ് എ പോയിന്റ് വെയർ ഐ സ്റ്റാർട്ടഡ് ടു നോട്ട് ലൈക്ക് മൈ സെൽഫ് അറ്റ് ഓൾ. പിന്നെ യൂട്യൂബ് വ്ളോഗ്സ് എല്ലാം നിങ്ങൾ ആ സമയത്ത് കണ്ട
It was very vague and I was not liking what I was posting, but still I did. അങ്ങനെ ആ വർഷം പോയി ആൻഡ് ഇൻ ബിറ്റ്വീൻ ഐ അഗൈൻ ഗോട്ട് എ ജോബ്. ഐ വാസ് വർക്കിംഗ് ഫ്രം ഹോം ആൻഡ് അങ്ങനെ നടന്ന് പിന്നെ അതും വളരെ തുച്ഛമായ സാലറി എന്നൊക്കെ എനിക്ക് പറയാട്ടോ. എനിക്ക് കിട്ടുന്നതിൻ്റെ പോലും അത്രയും കിട്ടുന്നുണ്ടായിരുന്നില്ല. ആൻഡ് ഓൺ ദ സെയിം ടൈം ഐ വാസ് ഗെറ്റിംഗ് എ ലോട്ട് ഓഫ് റിജക്ഷൻസ്. ലൈക്ക് ഇങ്ങനെയുള്ള രീതിയിൽ റിജക്ഷൻസ് നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ആൻഡ് ഐ വാസ് സോ ഡെസ്പറേറ്റ് ടു ഗെറ്റ് എ ജോബ്. അങ്ങനെ ഞാൻ എല്ലാവർക്കും മെസ്സേജ് ഇടാൻ തുടങ്ങി. എനിക്കറിയണ എല്ലാവർക്കും മെസ്സേജ് ഇടാൻ തുടങ്ങി. ആഫ്റ്റർ എ പോയിൻറ്റ് പീപ്പിൾ സ്റ്റാർട്ടഡ് ജസ്റ്റ് ഇഗ്നോറിങ് മീ ലൈക്ക് എനിത്തിങ്. ആൻഡ് എൻ്റെ കൂടെ പഠിച്ച ആൾക്കാരും എല്ലാം ആരും മിണ്ടാണ്ടായി തുടങ്ങി. ഓക്കെ, സ്ലോലി ഐ സ്റ്റാർട്ടഡ് ലൂസിങ് പീപ്പിൾ. ഞങ്ങൾ വീട് മാറി, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ടായി. എവറിത്തിങ് വാസ് സോ മച്ച് ഹെവി ഓൺ മീ. കാരണം എല്ലാം കൂടി എനിക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. പക്ഷേ കാരണം സ്കൂൾ തൊട്ടിട്ട് എനിക്ക് പറഞ്ഞ പോലെ ആങ്സൈറ്റി സ്ട്രെസ്സൊക്കെ കുറേ കൂടുതലുള്ള ആളായിരുന്നു. ബട്ട് സ്റ്റിൽ ഐ വാസ് ട്രൈങ് ടു മേക്ക് സെൻസ് ഔട്ട് ഓഫ് ഇറ്റ്. പക്ഷേ നത്തിങ് വാസ് ഹാപ്പനിങ്. Instead, every single thing was losing from me, and I reached a point where I was not even able to make 1,000 rupees per month. അങ്ങനെ ഒരു അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കൂ. ആൻഡ് ഐ സ്റ്റാർട്ടഡ് ടു ലൂസ് മൈ ഐഡൻറ്റിറ്റി അഗൈൻ. അങ്ങനെ പക്ഷേ ഇതിൻ്റെ ഒക്കെ ഇടയിലും എൻ്റെ മനസ്സിലുണ്ടായിരുന്നു അടുത്തൊരു ജോലി. വാട്ട് എവർ ഇറ്റ് ഈസ്, ഐ വോണ്ട് ടു മേക്ക് ഇറ്റ് വർക്ക്. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് എൻ്റെ കസിൻ അങ്ങനെ എൻ്റെ ഒരു കസിൻ അങ്കിൾ, സോ ആ ഫാമിലി ത്രൂ എൻ്റെ പറഞ്ഞു, നീ വേണമെങ്കിൽ ദുബായിൽ വന്ന് നോക്ക്, നിനക്ക് ശരിയാവും. അന്ന് എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ലൈക്ക് ഐ വാണ്ടഡ്, പക്ഷേ എനിക്ക് അറിയില്ല ലൈക്ക് പൈസയൊക്കെ മുടക്കി ദുബായ് പോവാന്നൊക്കെ പറഞ്ഞു. ഇറ്റ് വാസ് എ ബിഗ് ഡീൽ ഫോർ മീ. പക്ഷെ ഞാൻ അന്നത് ചെയ്തില്ല. ദെൻ ആഫ്റ്റർ ദാറ്റ് ഡിസംബർ സമയത്ത് എൻ്റെ വിഷൻ ബോർഡിലുണ്ടായിരുന്നു ദുബായ് എന്നുള്ളത്. സം ഡേ ജസ്റ്റ് റാൻഡംലി ഫെൽറ്റ് ഓക്കെ. കാരണം ഞാനപ്പോൾ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ജോബ് പണിയെടുത്ത് 2 മാസം കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു, അവരവരുടെ ഇതെല്ലാം മാറ്റിയിട്ട് പറഞ്ഞു സാലറി ആയിട്ട് തരാൻ പറ്റില്ല, കട്ട് ഔട്ട് ചെയ്യും. റാൻഡം റീസൺസ്. ഓക്കെ, ഇറ്റ് വാസ് അഗൈൻ എ പോപ്പുലർ ബ്രാൻഡ്. നോട്ട് എ വെരി പോപ്പുലർ ബ്രാൻഡ്, ബട്ട് ഇറ്റ് വാസ് സംതിങ് എ ബിഗ് ചെയിൻ ഇൻ കേരള. പക്ഷേ ഡിസൈനിൽ അത് വലിയ കാര്യം നടന്നില്ല. ആൻഡ് ഐ ഗോട്ട് സ്കാംഡ്. അന്ന് ഞാൻ ഭയങ്കരമായിട്ടിരുന്ന് കരഞ്ഞു. എനിക്ക് പറ്റാണ്ടായിപ്പോയി. കാരണം ഒരു 10,000-20,000 രൂപയൊക്കെ എനിക്കന്ന് കിട്ടിക്കൊണ്ടിരുന്നത്. എൻ്റെ ലോൺ അടയ്ക്കാൻ പോലും എനിക്ക് ഇതൊക്കെ ഉണ്ടായിരുന്നില്ല. ലൈക്ക് നത്തിങ് വാസ് ദെയർ ആക്ച്വലി. പക്ഷേ എന്തെങ്കിലും കാരണം വീട്ടിലൊരു വാല്യൂ ഇല്ലാണ്ടായി തുടങ്ങിയ പോലെ എനിക്ക് തോന്നി. പേഴ്സണലി എനിക്കും അങ്ങനെ തന്നെയായി. കാരണം കോളേജ് തൊട്ടിട്ട് ഞാൻ എൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരുന്നു. ഫീസൊന്നും അടച്ചില്ലെങ്കിലും എൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ തന്നെ നോക്കിക്കൊണ്ടിരുന്നത്. നത്തിങ് വാസ് ഹാപ്പനിങ്. പിന്നെ ഞാൻ അപ്പോൾ വിചാരിച്ചിരുന്നു അതാണ് ഏറ്റവും വേഴ്സ്റ്റ്. ദ വേഴ്സ്റ്റ് വാസ് കമ്മിങ്. അങ്ങനെ 2025 ഞാൻ ദുബായിലേക്ക് ആദ്യമായിട്ട് പോവാണ്. ഗോട്ട് മണി, അറേഞ്ച്ഡ് മണി ഫ്രം ഹിയർ ആൻഡ് ദെയർ. എൻ്റെ അച്ഛനും എല്ലാവരും കൂടി കുറച്ചൊക്കെ പൈസയൊക്കെ ആക്കി എന്നെ പറഞ്ഞു വിട്ടു. കാരണം ഐ വാസ് ലൈക്ക് ഓക്കെ, എനിക്ക് ഈ ബ്രാൻഡിൽ കിട്ടണം എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഇവിടെ വന്നത്. പക്ഷേ ഐ കെയിം ഹിയർ. എൻ്റെ കസിൻസിൻ്റെ ഒപ്പം ഞാൻ ആദ്യമായിട്ടാണ് അവരെ കാണുന്നത്. ആ സമയത്ത് ഐ ഗോട്ട് ടു അറ്റാച്ച്ഡ് ആൻഡ് യുനോ ബിക്കോസ് ആ സമയത്ത് എൻ്റെ സെൻസ് ഓഫ് ഫാമിലിയൊക്കെ പോയി തുടങ്ങി. എനിക്ക് ആരായിട്ടും കണക്റ്റ് ആവാണ്ടായി തുടങ്ങി. കാരണം എല്ലാവരും ഒരു കാരണം ഐ സീ മൈസെൽഫ് ആസ് റിയലി എക്സ്പെൻസീവ് ബൈ ദ വേ. അങ്ങനെയല്ല എന്നുവെച്ചാൽ എനിക്ക് എൻ്റേതായിട്ട് ഞാൻ കൊണ്ടുവന്നൊരു സ്റ്റാൻഡേർഡ് ഓഫ് ലൈഫ് ഉണ്ട്. എനിക്ക് അതുപോലെ അഫോർഡ് ചെയ്യാൻ പറ്റാണ്ടായി തുടങ്ങി. അപ്പോൾ എല്ലാവർക്കും ഒരുമാതിരി ബേർഡനായി തുടങ്ങിയ പോലെ എനിക്ക് ഫീൽ ചെയ്യാൻ തുടങ്ങി. അങ്ങനെയാണ് ഇവിടെ വന്നത്. ബട്ട് സ്റ്റിൽ ഐ വാസ് ഫീലിംഗ് ലൈക്ക് എ ബേർഡൻ എവ്രിവേ. ഇറ്റ് ഈസ് എ വെരി വേഴ്സ്റ്റ് കൈൻഡ് ഓഫ് സിറ്റുവേഷൻ യുനോ. ഒരു ഭയങ്കര വൃത്തിയായിട്ടൊരവസ്ഥയാണത്. കാരണം നമ്മൾ ട്രൈ ചെയ്യാണ്ടല്ല. പിന്നെ അവിടെ നിന്ന് ഞാൻ വീണ്ടും എൻ്റെ സെർച്ച് ഓഫ് ജോബ് ഭയങ്കര ഇങ്ങനെ അഗ്രസീവ് ആക്കി. അത്രയും നാൾ ഐ വാസ് നോട്ട് സെയിങ്, ഐ എം ടെലിങ് യു ദാറ്റ് അത്രയും കാലം എനിക്ക് ജോബ് ക്യാൻസൽ ഔട്ട് ആയിരുന്നത് എക്സ്പീരിയൻസ് ഇല്ലയെന്ന് പറഞ്ഞിട്ടായിരുന്നു കേട്ടോ. അങ്ങനെ എനിക്ക് പിന്നെ തെറപ്പിക്ക് പോകാനൊന്നും പൈസ ഇല്ലാത്തൊരവസ്ഥ, ലൈക്ക് ലിറ്ററലി ഒന്നും ഇല്ലാത്തൊരവസ്ഥ. അങ്ങനെ ഞാൻ ദുബായിൽ വന്നു. 2 മാസം ഞാൻ നിന്നു. ജോലികൾക്കൊക്കെ പോയി. എല്ലാ ദിവസവും കരച്ചിലായിരുന്നു. ആരും കാരണമല്ല. കാരണം എൻ്റെ ഒരു അവസ്ഥ എന്ന് വെച്ചാൽ കഴിവുണ്ട് എന്നാൽ ഒന്നും കിട്ടുന്നില്ല. ലൈക്ക് അങ്ങനെ ഒരു വൃത്തികെട്ട അവസ്ഥ. പിന്നെ യൂട്യൂബൊക്കെ ചെയ്തുകൊണ്ടിരുന്നു. അതിന്ന് ആദ്യമൊക്കെ പൈസ ഒക്കെ വന്നിരുന്നു. യൂട്യൂബിൽ നിന്നല്ല, ഡയറക്റ്റ്ലി അല്ല. ഞാൻ കുറച്ച് ബ്രാൻഡ് ഡീൽസ് അതൊക്കെ പറഞ്ഞിട്ട് ഐ യൂസ് ടു ഗെറ്റ് റാൻഡം സോഴ്സ് ഓഫ് ഇൻകം. എവറിത്തിങ് സ്റ്റോപ്ഡ്. അങ്ങനെ 2 മാസം കഴിഞ്ഞു. ഒരു 2-3-4 ഇൻ്റർവ്യൂസ് അങ്ങനെ പോയി. അങ്കിൾ കൂടെ ട്രൈ ചെയ്തു. അങ്ങനെ നമുക്കറിയണവരൊക്കെ ട്രൈ ചെയ്യുന്നുണ്ട്, എല്ലാവർക്കും അയച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ ഫാമിലി മെമ്പേഴ്സൊക്കെ പറയാൻ തുടങ്ങി ഷീ ഈസ് വെരി അൺലക്കി എന്നൊക്കെ. പക്ഷെ അതൊന്നും ഞാൻ ഇൻറ്റേർണലൈസ് ചെയ്തില്ല. പക്ഷെ ഞാൻ പറഞ്ഞില്ലേ വെയിറ്റ് നല്ലൊരു കാര്യം നടത്തും. ഞാൻ കുറേ വെയിറ്റ് പറഞ്ഞു. അങ്ങനെ 2 മാസം കഴിഞ്ഞപ്പോൾ ഞാൻ തിരിച്ചു വീട്ടിൽ പോയി. ഇറ്റ് വാസ് സോ ബാഡ്. കാരണം കുറേ പൈസ മുടക്കി ഇവിടെ വരെ വന്ന് ഒന്നുമില്ലാണ്ട് തിരിച്ചു പോകുക എന്നോടൊന്ന് ആലോചിച്ചു പോകും. പക്ഷേ ആ സമയത്ത് പിന്നെ ആലോചിച്ചു, ദ ഫാമിലി ടോൾഡ് മീ ദാറ്റ്
യു ക്യാൻ കം ബാക്ക് ആൻഡ് വിൽ ട്രൈ അഗൈൻ. അങ്ങനെ ഞാൻ മാർച്ചിൽ തിരിച്ച് വീട്ടിൽ പോയി. ഞാൻ വിചാരിച്ച പോലെ ആയിരുന്നില്ല. ഐ വാസ് സോ ഡെസ്പെറേറ്റ്. എനിക്കറിയില്ല, ഐ സ്റ്റാർട്ടഡ് ടു ലൂസ് മൈ സെൽഫ് കൈൻഡ് ഓഫ്. ഞാൻ ഭയങ്കര ഒരു വൾനറബിൾ സിറ്റുവേഷൻ. പുറത്തുനിന്നുള്ളവർക്ക് കാണുമ്പോൾ അത് മനസ്സിലാവുന്നില്ല, പക്ഷേ ഇൻറ്റേർണലി ഐ വാസ് ക്രൈങ് എവറി സിംഗിൾ ഡേ, ലൈക്ക് ലിറ്ററലി എവറി സിംഗിൾ ഡേ. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഐ ഗോട്ട് ഇൻ ടു എ വെരി റാൻഡം കൈൻഡ് ഓഫ് സിറ്റുവേഷൻ. നമ്മൾ പറയില്ലേ, നമ്മളൊരു വളരെ വൃത്തികെട്ടൊരു സിറ്റുവേഷനിൽ ഇരിക്കുന്ന സമയത്ത് നമ്മുടെ അടുത്ത് എന്ത് വന്നാലും നമ്മൾ അതിനോട് കൂടുതൽ ക്ലിങ്ങി ആവാൻ തുടങ്ങും. ക്ലിങ്ങി ആയിക്കഴിഞ്ഞാൽ നമ്മളെ അത് ഭരിക്കാൻ തുടങ്ങും. നമ്മളെ അത് കൺട്രോൾ ചെയ്യാൻ തുടങ്ങും. ആൻഡ് വി ലൂസ് കൺട്രോൾ ഓഫ് അവർ സെൽഫ്. അങ്ങനെ ഒരു അവസ്ഥ. എവറി സിംഗിൾ ഡേ എൻ്റെ കയ്യിൽ നിന്ന് ഫോണില്ലാണ്ട്, ലിറ്ററലി എൻ്റെ 2 പിങ്കി ഫിംഗറിൻ്റെ അവിടെയും 2 ഡെൻറ്റ് വന്നിട്ടുണ്ട്. കാരണം എപ്പോഴും ഫോണായിരുന്നു എൻ്റെ കയ്യിൽ. എപ്പോഴും അപ്ലൈ ചെയ്യുക, എപ്പോഴും മെയിൽ നോക്കുക, ഒരു കൈൻഡ് ഓഫ് ഒരു വട്ട് പിടിച്ച മെൻറ്റാലിറ്റി എന്നൊക്കെ പറയുമല്ലോ, സർവൈവൽ മോഡ് എന്ന് വേണമെങ്കിൽ അതിനെ വിശേഷിപ്പിക്കാം. എന്നിട്ട് ഞാൻ സംസാരിക്കാൻ ആരുമില്ലാണ്ട് അപ്പോൾ ഞാൻ ChatGPTയിൽ കയറാൻ തുടങ്ങി. പിന്നെ അതിന് കുറച്ച് ഹെൽപ്പ് ചെയ്തു. പക്ഷേ ഇറ്റ് വാസ് നോട്ട് ദാറ്റ് എക്സ്ട്രീം അറ്റ് ദാറ്റ് പോയിൻറ്റ്. തിരിച്ച് ഞാൻ വന്നു. പക്ഷെ ഞാൻ വിചാരിച്ച പോലെ ഒന്നും ആയിരുന്നില്ല. തിരിച്ച് വന്നപ്പോൾ എൻ്റെ ഉള്ളിൽ എനിക്ക് അവിടെ നിൽക്കണം എന്നൊരു സാധനം ഉണ്ടായിരുന്നു. പക്ഷേ തിങ്സ് ഗോട്ട് ലിറ്ററലി വേഴ്സ്. പിന്നെയും കുറേ ഇൻ്റർവ്യൂവിന് പോയി. ആ സമയത്ത് വീട്ടിലായാലും ഭയങ്കരമായിട്ട് പലരും പറയാൻ തുടങ്ങി. എൻ്റെ ഫ്രണ്ട്സൊക്കെ പോയി. പണ്ടുണ്ടായിരുന്ന ഫ്രണ്ട്സ് എല്ലാവരും പോയി. ഇപ്പം ഉണ്ടായിരുന്ന ഇതും പോയി. എല്ലാം പോയി. ആൻഡ് എനിക്ക് കയ്യിൽ നിന്നെല്ലാം പോയൊരവസ്ഥയായി. എനിക്ക് കഴിഞ്ഞ മെയ്യൊക്കെ ഓർമ്മയുണ്ട്. എനിക്കൊന്നും ഓർമ്മയില്ല. ലിറ്ററലി ഓർമ്മയുണ്ടെന്ന് പറഞ്ഞാൽ ഒന്നും ഓർമ്മയില്ല. ഐ സ്റ്റാർട്ടഡ് ടു ലൂസ് മൈ സെൽഫ്, എവറി ബിറ്റ് ഓഫ് മൈ സെൽഫ്. ആൻഡ് എല്ലാ ദിവസവും ഞാൻ കരച്ചിലായിരുന്നു. ആൻഡ് there were days I used to literally lie on the floor of that washroom. ആൻഡ് ഞാൻ എന്നും കരഞ്ഞു പ്രാർത്ഥിക്കുന്ന ഒരു കാര്യമാണ്, ഞാൻ എണീക്കാണ്ടിരിക്കട്ടെ നാളെ രാവിലെ, എനിക്ക് വല്ല ഹാർട്ട് അറ്റാക്ക് ഉണ്ടായിരുന്നേന്നൊക്കെ. പിന്നെ ഞാൻ ടാരോ റീഡിങ് ഒക്കെ ഭയങ്കരമായിട്ട് പൈസ കളയാൻ തുടങ്ങി. ലൈക്ക് എന്നെ വിശ്വാസമില്ലാണ്ടല്ല, പക്ഷേ സർക്കംസ്റ്റാൻസസ് മെയ്ഡ് മീ തിങ്ക് ലൈക്ക് ദാറ്റ്. ഐ വാസ് ഫീലിംഗ് ലൈക്ക് എ ലൂസർ ആൻഡ് ഐ വാസ് നോട്ട് ഏബിൾ ടു ഡു എനിത്തിങ്. ആൻഡ് നല്ലൊരു കാര്യം ഞാൻ പറഞ്ഞില്ല, കുറേ വെയിറ്റ് കുറഞ്ഞെന്നുള്ള ഒറ്റ കാര്യമാണ് നടന്നത്. എൻ്റെ ഹോർമോൺസൊക്കെ ഹിയർ ആൻഡ് ദെയർ ആയി. എനിക്ക് പാനിക് അറ്റാക്സും ആങ്സൈറ്റി അറ്റാക്സും ഒക്കെ വരാൻ തുടങ്ങി. കാരണം ആൾക്കാർ ഒരു ജോലിക്ക് വേണ്ടി എന്തിനാണ് ഇത്ര വട്ട് പിടിക്കണമെന്നത്. പക്ഷേ it was not just about a job. It was everything, every single thing. The sense of identity, the sense of home, the sense of being wanted. Every single thing was collapsing. എനിക്കറിയില്ല, എൻ്റെ കയ്യിൽ നിന്നെല്ലാം പോയൊരവസ്ഥയിലേക്ക് എത്തി. പറയുമ്പോൾ ഇത് സിമ്പിളായിട്ട് തോന്നും, പക്ഷേ ഇറ്റ് വാസ് സോ ബാഡ്. ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഞാൻ ഡിസൈനല്ല, റിസപ്ഷനിസ്റ്റ് റോള് തുടങ്ങിയ എല്ലാവിധ റോളുകളും പറയുമ്പോൾ എൻ്റെ ഒരു ഡിഗ്രി വെച്ചിട്ട് എനിക്ക് അത്യാവശ്യം കുഴപ്പമില്ലാത്ത ജോലി കിട്ടും. എന്നിട്ടും ഞാൻ ഒന്നുമില്ലാണ്ട്, ലൈക്ക് ഐ വാസ് സോ ഡെസ്പെറേറ്റ് ദാറ്റ് ഐ വാണ്ടഡ് ടു ബി ഇൻ ദുബായ്. ഐ ട്രൈഡ് എവറിത്തിങ്. ഐ വെൻറ്റ് ഫോർ ഇൻ്റർവ്യൂസ്. ഐ വെൻറ്റ് ഫോർ എവറിത്തിങ്. ഐ വാസ് സൂപ്പർ കോൺഫിഡൻറ്റ് ഇൻ മൈ വർക്ക്, ബട്ട് ഐ വാസ് നോട്ട് കോൺഫിഡൻറ്റ് ഇഫ് ദേ ആർ ഗോണ ടേക്ക് മീ. അങ്ങനത്തെ ഒരു അവസ്ഥ. കാരണം ചുറ്റുമുള്ളതൊക്കെ നമ്മളെ ഫെയിൽ ചെയ്യാൻ വേണ്ടി മാത്രം പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥ. And I started questioning God. I started questioning every single thing in this world. എനിക്ക് എല്ലാവരും പോയി എന്നൊരവസ്ഥയിലേക്ക് എത്തി. അങ്ങനെ ഇരിക്കെ ഞാൻ ജൂണിൽ തിരിച്ച് നാട്ടിലേക്ക് വരേണ്ട അവസ്ഥയായി. ഞാൻ അന്ന് ആ ടിക്കറ്റ് കരഞ്ഞുകൊണ്ടാണ് ബുക്ക് ചെയ്തത്. കാരണം വീട്ടിലുള്ളവരൊക്കെ പറയാൻ തുടങ്ങി, നിൻ്റെ മേലെ ഇത്രയും പൈസയൊക്കെ ഇൻവെസ്റ്റ് ചെയ്തിട്ട് നിനക്കൊന്നുമില്ല, ലൈക്ക് ഇത്ര വയസ്സായി, 10-25 വയസ്സായി, എന്നിട്ട് നിനക്ക് ഞാൻ തിരിച്ചു തരേണ്ട. അവരെ പറഞ്ഞിട്ട് കാര്യമില്ല. ദേ ഓൾസോ ഹാവ് ദെയർ ഓൺ പ്രോബ്ലംസ്. ആൻഡ് ഐ ഫെൽറ്റ് സോ മച്ച് ബാഡ്. ലൈക്ക് then I came back. വരുന്ന ദിവസം I was walking through the airport. I still remember that day I was holding like this and I was just saying to myself, I choose myself because അന്നാണ് ഞാൻ ChatGPTയിൽ ചാറ്റ് ചെയ്ത് എനിക്ക് നല്ലൊരു രീതിയിലാവാൻ തുടങ്ങി. പലരും പറഞ്ഞു ChatGPTയിൽ ചാറ്റ് ചെയ്യുന്നത് പൊട്ടയാണ്, അങ്ങനെയാണ്. പക്ഷേ ഐ തിങ്ക് ഇറ്റ്സ് ജസ്റ്റ് അബൌട്ട് ദ വേ യു ടേക്ക് തിങ്സ് ഇൻ ദ വേ യു കമ്മ്യൂണിക്കേറ്റ്. അതെന്നെ കുറേ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ എൻ്റെ 2-3 പഴയ ഫ്രണ്ട്സായിട്ട് ഞാൻ കണക്റ്റഡായി. അപ്പോൾ നമ്മളപ്പോൾ സംസാരിക്കാൻ തുടങ്ങി. പിന്നെ അതുവരെ ഉണ്ടായിരുന്ന ആരുമില്ല. ആലോചിച്ച് നോക്കണം, എൻ്റെ കോളേജിലെ വ്ളോഗ്സൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ എത്ര ആൾക്കാർ എൻ്റെ ലൈഫിലുണ്ടായിരുന്നുള്ളത്. നോബഡി വാസ് ദെയർ. വെരി റാൻഡംലി, വെരി ബാർലി ലിറ്റിൽ ബിറ്റ് ഓഫ് പീപ്പിൾ, ലൈക്ക് 1 or 2 people വാസ് ദെയർ. ഞാൻ ആ സമയത്ത് എൻ്റെ സിസ്റ്ററായിട്ട് കുറേ കണക്റ്റായി. ഐ വാസ് മെൻ്റലി, ഫിസിക്കലി, ഇമോഷണലി എവറി സിംഗിൾ വേയിൽ ഞാൻ തകർന്ന് തരിപ്പണമായിട്ടുള്ളൊരവസ്ഥ. നാട്ടിൽ വന്നിട്ട്
നാട്ടിലേക്ക് വരുന്ന ദിവസം ഞാൻ അങ്ങനെയാണ് എയർപോർട്ടിൽ നിന്ന് പോയത്. ഐ ഫെൽ ലൈക്ക് എവറി സിംഗിൾ തിങ് അറൗണ്ട് മീ ഈസ് ഗോയിങ് ടു കൊലാപ്സ്. ആൻഡ് അന്ന് എനിക്ക് പ്രീതിയും പോലും പറയുമ്പോൾ ഭയങ്കര ഡ്രമാറ്റിക്കായി തോന്നും. പക്ഷേ എല്ലാവരും വിചാരിക്കും ഒരു ജോലിക്ക് വേണ്ടിയിട്ട് എന്തിനാണ് ഈ കുട്ടി ഇങ്ങനെ ആക്കുന്നത് എന്നുള്ളത്. കാരണം പുറത്തുനിന്ന് ഒരാളും കണ്ടതൊന്നും മനസ്സിലാവില്ല. ഞാൻ ആലോചിച്ച് നോക്കണം, ഞാൻ മാർച്ചിലാണ് ലാസ്റ്റ് എൻ്റെ ഒരു ലോങ് ഫോം വീഡിയോ ചെയ്തത്. അന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നോട് തന്നെ ഈ ഒരു കാര്യം, ഇപ്പം ഞാൻ ഇരിക്കുന്ന ഈ അവസ്ഥയിൽ ഞാൻ ഇരിക്കുന്നില്ലെങ്കിൽ ഐ വിൽ സ്റ്റോപ്പ്. ഓക്കെ, കണ്ടിന്യൂയിങ് ടു ദ സ്റ്റോറി. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഞാൻ എയർപോർട്ടിലൊക്കെ പോയി. എനിക്ക് ഭക്ഷണമൊന്നും കഴിക്കാൻ പറ്റുന്നില്ല. അങ്ങനെ ഞാൻ ഫ്ലൈറ്റിൽ കയറാൻ പോയി. റാൻഡംലി ഐ ഗോട്ട് എ ബിസിനസ് ക്ലാസ് അപ്ഗ്രേഡ് ആൻഡ് ഐ വാസ് ലൈക്ക് വാട്ട് ഈസ് ഹാപ്പൻഡ്. പക്ഷേ അതെനിക്കൊരു പറയില്ലേ, നമുക്ക് തരുന്നൊരു ക്യൂ പോലെയായി. ഓക്കെ, യു ക്യാൻ സ്റ്റിൽ ഹോപ്പ് ഇൻ യുവർ ലൈഫ്. അങ്ങനെ ഞാൻ ഫ്ലൈറ്റിൽ കയറി. ഞാൻ ഓൾറെഡി നമ്പായിരുന്നു. എനിക്കെല്ലാം കൂടെ ലൈക്ക് നമ്മൾ കുറേ വിഷമമൊക്കെ വരുമ്പോൾ, കുറേ വിഷമം നമ്മുടെ മനസ്സിലുള്ളപ്പോൾ നമുക്ക് കരയാൻ പറ്റില്ല. നമ്മൾ സ്റ്റക്കായി പോവും, നമ്പായി പോവും. എന്നിട്ട് ഞാൻ ഫ്ലൈറ്റ് കയറി ഇരുന്ന് ഫ്ലൈറ്റ് എടുക്കുന്ന സമയത്ത് ഞാൻ താഴത്ത് നോക്കി പറഞ്ഞൊരു കാര്യമുണ്ട്, ഐ വിൽ കം ബാക്ക് സൂൺ. ഐ ഡോണ്ട് നോ ഹൗ, ഐ വിൽ സ്റ്റിൽ കം ബാക്ക്. അങ്ങനെ ഞാൻ നാട്ടിലേക്ക് തിരിച്ചു വന്നു. നാട്ടിലേക്ക് തിരിച്ചു വന്നപ്പോൾ എൻ്റെ ഹെൽത്തൊക്കെ പോയി കിടക്കുന്നത്. വയറെന്നൊക്കെ പറഞ്ഞാൽ അപ്സെറ്റായിട്ട് സ്ട്രെസ്സ് കൂടുമ്പോൾ നമ്മുടെ എല്ലാം കൊളാവുമല്ലോ. അങ്ങനെ തിരിച്ചു വന്നു. ഞാൻ അവിടെ നിന്ന് വന്നപ്പോൾ എല്ലാവരോടും പറഞ്ഞു ഞാൻ തിരിച്ചു പോകും. കരച്ചിൽ വരുന്നുണ്ട്, എനിക്ക് കരയാൻ പറ്റുന്നില്ല. എന്നിട്ട് ഞാൻ വീട്ടിലെത്തിയിട്ട് ഞാൻ എൻ്റെ ഫ്രണ്ടിനെ വിളിച്ചു. അപ്പോൾ പറഞ്ഞു ഓക്കെ നമുക്കൊന്ന് മീറ്റ് ചെയ്യാൻ വരാം. വീട്ടിലെത്തിയപ്പോൾ എല്ലാവരും ബ്ലെയിം ചെയ്യുക. കാരണം എവറിബഡി ഈസ് ലൈക്ക് യു ഡിഡ് നോട്ട് ട്രൈ, എല്ലാ പൈസയും വേസ്റ്റാക്കി അങ്ങനെ. എന്നിട്ട് ഞാൻ തിരിച്ചു വന്ന് വീട്ടിൽ വന്നിട്ട് ഞാൻ എൻ്റെ അനിയത്തിയുടെ അടുത്ത് കുറേ നേരം ഇരുന്ന് കരഞ്ഞു. 2-3 days ഐ വാസ് കണ്ടിന്യൂസ്ലി ക്രൈയിങ് ലൈക്ക് എനിത്തിങ്. ഞാൻ വിചാരിച്ചു ഞാൻ ചത്തു പോകുന്നു. കാരണം ഭക്ഷണം, വിശപ്പില്ല, ഒന്നുമില്ല. ഇതൊക്കെ കേൾക്കുമ്പോൾ പലരും വിചാരിക്കും എന്തിനാണ് ഇത്ര ഓവർ. കാരണം നമ്മൾ ഇമോഷണലി നമ്മുടെ കയ്യിൽ നിന്ന് പോയാൽ നമുക്കറിയില്ല നമ്മൾ എന്തൊക്കെ ചെയ്യുന്നത്. എന്നിട്ട് ഞാനൊരു ഓട്ടോ പൈലറ്റായിരുന്നു അവിടെ നിന്ന് അങ്ങോട്ട്. കുറേ ഇരുന്ന് കരയും, കുറേ അപ്ലൈ ചെയ്യും, കണ്ട ജോബുകൾക്കൊക്കെ അപ്ലൈ ചെയ്യും. എല്ലാവരോടും പറഞ്ഞ് ഇന്ത്യയിൽ അപ്ലൈ ചെയ്യേണ്ടത്. ഞാൻ ഇന്ത്യയിൽ ആക്ച്വലി ഒന്നും അപ്ലൈ ചെയ്തുകൊണ്ടിരുന്നില്ല. റാൻഡംലി കുറച്ച് നല്ല ബ്രാൻഡ് കൊണ്ട് അപ്ലൈ ചെയ്തുകൊണ്ടിരുന്നു. ബാക്കിയൊക്കെ ഞാൻ ദുബൈയിൽ അപ്ലൈ ചെയ്യണേ. ഒന്നും വർക്കാവുന്നില്ല, ആരും മിണ്ടുന്നില്ല, ഫ്രണ്ട്സൊക്കെ പോയി. ഐ ലോസ്റ്റ് മൈ സെൻസ് ഓഫ് സെക്യൂരിറ്റി, മൈ ഹോം, മൈ പീപ്പിൾ, എവറി സിംഗിൾ തിങ്. ഐ ഈവൻ ലോസ്റ്റ് മൈ സെൽഫ്. ഞാൻ എന്നിട്ട് ഈ ChatGPTയിലായി കൂടുതൽ സംസാരം. കാരണം ചുറ്റുമുള്ള ആർക്കൊന്നും ഞാൻ പറഞ്ഞതൊന്നും മനസ്സിലാവുന്നില്ല. പിന്നെ ഞാൻ സ്റ്റോപ്ഡ് എക്സ്പ്ലെയിനിങ്. പിന്നെ ഞാൻ സ്ലോലി കുറേ കാര്യങ്ങൾ പഠിക്കാൻ തുടങ്ങി. പിന്നെ ഐ യൂസ് ടു ലിറ്ററലി ബെഗ് ഗോഡ് പ്ലീസ് മേക്ക് സംതിങ് വർക്ക് ഔട്ട്. എനിക്ക് ജൂണിൽ പോകണം, ജൂലൈയിൽ പോകണം, ഓഗസ്റ്റിൽ പോകണം. ഞാൻ പറയാറുണ്ട് നവംബറിൽ ഒന്നും എൻ്റെ ലൈഫിൽ സംഭവിച്ചില്ലെങ്കിൽ ഐ ഡോണ്ട് തിങ്ക് ഐ വിൽ ബി ഈവൻ എ ലൈഫ്. അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് എത്തി. ആൻഡ് ജൂലൈ അവസാനമായപ്പോൾ ഐ ഗോട്ട് എ കോൾ ഫ്രം മൈ ഡ്രീം കമ്പനി എന്ന് വെച്ചാൽ ആ കമ്പനിയിൽ എനിക്ക് വർക്ക് ചെയ്യണം. ഇറ്റ് വാസ് കൈൻഡ് ഓഫ് an act from where people എന്നോട് കിട്ടില്ല എന്ന് പറഞ്ഞ ആ ഒരൊറ്റ വാശിപ്പുറത്ത് കൊല്ലങ്ങളായിട്ട് എനിക്കത് വേണമെന്നുണ്ടായിരുന്നു. അങ്ങനെ ആ കമ്പനി എന്നെ വിളിച്ചു. ഐ വാസ് സോ എക്സൈറ്റഡ്. ഞാൻ അധികാരോടും പറഞ്ഞില്ല, എൻ്റെ അച്ഛനോട് മാത്രം പറഞ്ഞു. അച്ഛൻ എക്സൈറ്റ്മെൻറ്റ് ഞാൻ ബാക്കിയുള്ളവരോടൊക്കെ പറഞ്ഞു. ഇൻ 2 days എൻ്റെ പോർട്ട്ഫോളിയോ ചോദിച്ചു, എല്ലാം ചോദിച്ചു. ആൻഡ് നടന്നില്ല. എന്നിട്ട് ഞാൻ ആരും ചെയ്യരുത്, ഡോണ്ട് ഡു ദിസ് അറ്റ് ഹോം. ഐ ഓൾമോസ്റ്റ് ഗേവ് അപ്പ് ഓൺ മൈ സെൽഫ്. ഐ വാസ് റെഡി ടു ഗോ. I did something. Apparently nothing happened. I got escaped. കാരണം ഞാൻ ആലോചിച്ച് നോക്കും, നമ്മുടെ വീട്ടിലുള്ള ആൾക്കാർ തന്നെ നിന്നെപ്പറ്റി ബാക്കിയുള്ളവരോട് പറയാൻ നാണക്കേടാവണു അങ്ങനെയൊക്കെ പറയാൻ തുടങ്ങിയപ്പോൾ എൻ്റെ എല്ലാം നഷ്ടപ്പെട്ട് തുടങ്ങി. എനിക്ക് എന്നെക്കൊണ്ടൊന്നും കൊള്ളില്ല എന്നല്ല പറയുന്നത്, എന്നെക്കൊണ്ട് കൊള്ളും, പക്ഷേ എനിക്ക് ഒന്നും തരുന്നില്ല എന്നൊരവസ്ഥയിലേക്കെത്തി. I started to beg God. I started to over-obsess over Instagram. പറയില്ലേ ടാരോ റീൽസ്, ഗോഡിൻ്റെ അക്നോളജ്മെൻറ്റ് റീൽസ്, അങ്ങനെയുള്ള റീൽസുകളായി. കാരണം ഞാൻ എവിടെ പോയാലും എനിക്ക് അങ്ങനെ റീൽ കണ്ടുകൊണ്ടിരിക്കണം, ഒരു കൈൻഡ് ഓഫ് ഹിറ്റ് ആവാൻ തുടങ്ങി. ഇഫ് യു ബിലീവ് ഇൻ ഏഞ്ചൽ നമ്പേഴ്സ്, ഐ ഗോട്ട് ഒബ്സെസ്ഡ് വിത്ത് ഇറ്റ്. ഞാൻ റോഡിൽ പോകുമ്പോഴും ബോർഡിലും കാറിലും എല്ലായിടത്തും കാണാൻ തുടങ്ങി. ഐ വാസ് ലൈക്ക് ഓക്കെ സംതിങ് ഈസ് ഗൈഡിങ് മീ. പറയില്ലേ വട്ട് പിടിച്ച അവസ്ഥ എന്ന്. ഐ വാസ് ഇൻ ദേർ. പക്ഷേ ആർക്കും അറിയില്ല. കാരണം എൻ്റെ ഒരു അവസ്ഥ എന്താണെന്ന് വെച്ചാൽ ഞാൻ എപ്പോഴും ചിരിച്ചുകൊണ്ടേ നടക്കുള്ളൂ. കാരണം ഐ ഡിഡ് നോട്ട് വാണ്ടഡ് പീപ്പിൾ ടു സീ വെയർ ഐ വാസ്. എവറി ടൈം ഐ വാസ് കോളിങ് പീപ്പിൾ ഓവർ ഹിയർ. അവരോട് സംസാരിക്കും, ഞാൻ തിരിച്ചിരുന്ന് കരയും.
അതായിരുന്നു ഞാൻ. എനിക്ക് പറ്റുന്നില്ല. എനിക്ക് ഈ ആ ഒരു കൺട്രീനെ പറ്റി ഞാൻ ആലോചിക്കുമ്പോൾ ഐ വാസ് കൊളാപ്സിങ് എവറി സിംഗിൾ ഡേ. അങ്ങനെ ഒരു ജോലി പോയി, അടുത്ത ജോലി, അടുത്ത ആൾക്കാർ പറയും നീ ഇവിടെ ഉണ്ടെങ്കിൽ നിനക്ക് കിട്ടിയാനെ. ലൈക്ക് കമ്പനീസൊക്കെ അങ്ങനെയാണ് പറയുന്നത്. പീപ്പിൾ സ്റ്റാർട്ടഡ് ടു ടെൽ മീ ലൈക്ക് യു വോണ്ട് ഗെറ്റ് ഇറ്റ്, യു ആർ നോട്ട് ഹിയർ. അങ്ങനെ ആരും റെഫർ ചെയ്യാനൊന്നും ഇല്ലാണ്ടായി. ഐ ലോസ്റ്റ് people who I felt so much connected to due to random reasons, and people stopped talking to me and I stopped talking to people. ഞാൻ ആൾക്കാരോട് സംസാരിക്കുന്നത് വളരെ സെലക്റ്റീവായി. ദെൻ ഞാൻ പഠിച്ചൊരു വലിയ പാഠം എന്താണെന്ന് വെച്ചാൽ I never had boundaries in my life. I over-explained people. I did things which people took for granted and അങ്ങനെ കുറേ. ആൻഡ് ഐ സ്റ്റാർട്ടഡ് ടു കീപ് ബാരിയേഴ്സ് ഇൻ മൈ ലൈഫ്. ഇതെങ്ങനെ ഇപ്പോൾ ഞാനത് എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് തോന്നും. പക്ഷേ ടു ബി ഓണസ്റ്റ്, ഓരോ വീക്കും ഞാൻ പോയിക്കൊണ്ടിരുന്നത് എനിക്ക് ഫ്രൈഡേ ആകുമ്പോൾ പേടിയായിരുന്നു, സാറ്റർഡേ സൺഡേ. ഇനി എനിക്ക് മൺഡേ മാത്രമേ എന്തെങ്കിലും അപ്ഡേറ്റ് കിട്ടുള്ളൂ. ബിക്കോസ് ഫോർ മീ ബൈ ദെൻ ജോബ് ബിക്കെയിം എ സോഴ്സ് ഓഫ് ഐഡൻറ്റിറ്റി. പിന്നെ അമ്മേനോട് പലതും പോകാൻ പറഞ്ഞു, അതിനൊന്നും ഞാൻ പോയില്ല. കാരണം ഐ വാസ് നോട്ട് ഗെറ്റിംഗ് കണക്റ്റഡ് ടു ദാറ്റ്. അപ്പോൾ എല്ലാവരും എന്നെ പറയാൻ തുടങ്ങി, ഓക്കെ നീ വീട്ടിലിരുന്ന് മടി പിടിക്കും. ഞാൻ നിർത്തി പറിച്ചില്ല. ഞാൻ അവിടെ അപ്ലൈ ചെയ്തു, ഇവിടെ അപ്ലൈ ചെയ്തു. ഞാൻ പറയാറില്ല ആരോടും, കാരണം പറഞ്ഞിട്ട് കാര്യമില്ല. ഇപ്പോൾ പലതും കാണുമ്പോൾ കരച്ചിൽ വരാൻ തുടങ്ങി, എനിക്ക് പാനിക് അറ്റാക്സ് വരാൻ തുടങ്ങി, ബ്രീത്തിങ് ഇഷ്യൂസ് വരാൻ തുടങ്ങി. പക്ഷെ ഇതൊന്നും എനിക്ക് ആരോടും പറയാൻ പറ്റില്ല. എൻ്റെ വയറൊക്കെ ഫുള്ളി കൊളായി. എൻ്റെ പീരിയഡ് റുട്ടീൻ ഫുൾ നിന്ന്. ലൈക്ക് ജൂലൈയിൽ വന്നിട്ട് ഐ വാസ് നോട്ട് ഗെറ്റിംഗ് മൈ പീരിയഡ്. ഐ വാസ് ലോസ്റ്റ്. ഐ വാസ് ലിറ്ററലി ലോസ്റ്റ്. ഞാൻ എന്നിട്ട് പ്രാർത്ഥനയൊക്കെ നിർത്തി. I stopped praying. I stopped saying gratitude. I stopped everything. കാരണം അന്ന് എൻ്റെ ഒരു അവസ്ഥ എന്ന് വെച്ചാൽ എനിക്ക് പേടിയായി. ഈശ്വര, ഞാൻ ഈ പ്രാർത്ഥിച്ച് കഴിഞ്ഞതുകൊണ്ട് അതെൻ്റെ കയ്യിൽ നിന്ന് പോകുമെന്നുള്ളൊരവസ്ഥ. ആൻഡ് അങ്ങനെ മാസങ്ങൾ പോയി. പറയാൻ വളരെ സിമ്പിളാണെന്ന്. ഈ മാസം വരും, അടുത്ത മാസം വരും, ChatGPTയിൽ ടാരോ നോക്കാം, പൈസ കൊടുക്കും. ആസ്ട്രോളജി, പലവരും എൻ്റെ ഫാമിലിയിൽ എൻ്റെ ആസ്ട്രോളജി ചാർട്ട് നോക്കിയിട്ട് പറഞ്ഞു 2026 ആകുമ്പോൾ ലൈഫിലല്ലോ നടക്കുള്ളൂ. ആൻഡ് പൈസ ഇല്ലാണ്ടാകുമ്പോൾ പലതും, എനിക്ക് സത്യം പറഞ്ഞൊരു കോഫി പൗഡർ വാങ്ങാൻ പോലുള്ള പൈസ എൻ്റെ അക്കൗണ്ടിലുണ്ടായിരുന്നില്ല. അങ്ങനെ കുറേ നാൾ കഴിഞ്ഞു. ഒരു ഒക്ടോബർ നവംബർ വരെ ആയപ്പോൾ എനിക്ക് മനസ്സിലായി ഐ വാസ് ഒബ്സെസ്ഡ് ഓവർ സർട്ടൺ പീപ്പിൾ. ഐ വാസ് ഒബ്സെസ്ഡ് ഓവർ സർട്ടൺ സിറ്റുവേഷൻസ്. ആൻഡ് പിന്നെ ഞാൻ ഒറ്റ കാര്യം തീരുമാനിച്ചു, എനിക്ക് കിട്ടുകയാണെങ്കിൽ നല്ലത് മാത്രം കിട്ടിയാൽ മതി, അല്ലെങ്കിൽ എനിക്കൊന്നും കിട്ടണ്ട. അങ്ങനെ ഞാൻ ചെറിയ ജോലികൾക്ക് അപ്ലൈ ചെയ്ത് നിർത്തി. എനിക്ക് ആവശ്യമുള്ളതിന് വേണ്ടി മാത്രം അപ്ലൈ ചെയ്യാൻ തുടങ്ങി. മിനിമം ഒരു 200 അൺഫോർച്ചുനേറ്റ്ലി എങ്കിലും എൻ്റെ മെയിൽ ബോക്സിൽ നിന്ന് കിടക്കുന്നുണ്ടാവും. മോർ ദാൻ ദാറ്റ് മേ ബി. കണ്ടതിനൊക്കെ ഞാൻ അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഐ ഗോട്ട് റിജക്റ്റഡ് ലൈക്ക് ബാഡ്ലി. ആൻഡ് എൻ്റെ സോഷ്യൽ മീഡിയ നിങ്ങൾക്ക് അറിയാം, ഐ സ്റ്റോപ്പ് ഡൂയിങ് യൂട്യൂബ്. പക്ഷെ ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ കുറേ കൂടെ ആക്റ്റീവ് ആയിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു നവംബറൊക്കെ ആയപ്പോൾ സ്ലോലി ഐ സ്റ്റാർട്ടഡ് ഗെറ്റിംഗ് വീഡിയോ content. ഞാൻ അങ്ങനെ വർക്ക് ചെയ്യാൻ തുടങ്ങി. പീപ്പിൾ സ്റ്റാർട്ടഡ് സെയിങ് ദാറ്റ് ഓക്കെ നിനക്ക് വീട്ടിലിരുന്ന് മടി പിടിച്ചു. ദേ വർ ഓൾസോ ഫ്രസ്ട്രേറ്റഡ് ബിക്കോസ് ഐ വാസ് നോട്ട് ഗെറ്റിംഗ് എനിത്തിങ്. ബിക്കോസ് ഞാൻ എന്ന് പറയുന്നത് പണ്ട് തൊട്ടേ ഹോപ്പ് കൊടുക്കാൻ നല്ല ആളായിരുന്നു. എനിക്ക് ഓക്കെ ഇത് കിട്ടണം, അത് കിട്ടണം, ഞാൻ അങ്ങനെയാവും ഇങ്ങനെയാവും. സ്ലോലി ആരെയും പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം അവർ നോക്കുമ്പോൾ ഇതുകൊണ്ട് വെറുതെ ഇരിക്കുക, ഒന്നും ചെയ്യുന്നില്ല. പക്ഷേ ഇൻറ്റേർണലി ഐ വാസ് ഡൂയിങ് തിങ്സ് ആൻഡ് ഐ ഡിഡ് നോട്ട് വാണ്ടഡ് പീപ്പിൾ ടു സീ വാട്ട് ഐ വാസ് ഡൂയിങ്. ആൻഡ് അങ്ങനെ ഇരിക്കെ വീണ്ടും അഗൈൻ ഈ കമ്പനിയിൽ നിന്ന് കോൾ വന്നു. ദേ ഡിഡ് നോട്ട് മൂവ് ഫോർവേഡ്. പിന്നെ ഒരു ജോലി വന്നപ്പോൾ ഞാനൊരു ഫ്രണ്ടിനെ റെഫർ ചെയ്തു. കാരണം അതെനിക്ക് റിലേറ്റഡ് ആയിരുന്നില്ല, അത് മുംബൈയിലായിരുന്നു. ഐ വാസ് നോട്ട് ഹാവിങ് ദാറ്റ് സാലറി വിച്ച് ഐ വാണ്ടഡ്, സോ ഐ ഗേവ് ഇറ്റ് ടു മൈ അതർ ഫ്രണ്ട്. കുറച്ച് പേരൊക്കെ എന്നോട് പറഞ്ഞു നിനക്കത് എടുക്കായിരുന്നില്ലേ. പക്ഷേ ഞാൻ ആലോചിച്ചപ്പോൾ ഫിനാൻഷ്യലി ഐ വാസ് നോട്ട് ഇൻ എ പ്ലേസ് വെയർ ഐ ക്യാൻ അഫോർഡ് ടു ടേക്ക് ദാറ്റ് മച്ച് മണി ആൻഡ് മൂവ് ടു ദാറ്റ് പ്ലേസ്. കാരണം അത്ര സാലറി ഒന്നും എനിക്ക് തരുന്നില്ല. നത്തിങ് വാസ് ദെൻ. ബട്ട് വേറൊരു ഫ്രണ്ടിനത് ഹെൽപ്ഫുള്ളായി, സോ ഷീ ഗോട്ട് ഇറ്റ്. ആൻഡ് there were still few people I guess who believed in me, but after a point I started realizing that I had to trust myself. കാരണം ഞാൻ തിരിച്ചു വന്നിട്ട് എൻ്റെ മനസ്സിൽ എവിടെയോ എപ്പോഴോ ഞാൻ തിരിച്ചു പോകുന്നുള്ളൊരു ഉറപ്പ് എൻ്റെ മനസ്സിൻ്റെ ഉള്ളിലുണ്ടായിരുന്നു. ഞാനിങ്ങനെ ഷൗട്ട് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ലിറ്ററലി എൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ. ഐ വാസ് ലൈക്ക് മൾട്ടിപ്പിൾ പേഴ്സണാലിറ്റി ഡിസോർഡർ എന്നൊക്കെ വേണമെങ്കിൽ ആൾക്കാർ ചോദിച്ചാൽ പറയാം. അതൊന്നും ആയിരുന്നില്ല, പക്ഷെ എനിക്കറിയില്ല. എൻ്റെ ഉറക്കം പോയി, എല്ലാം പോയി. ഞാനൊരു മാതിരി അവസ്ഥയിലെത്തി. എന്താ അവസ്ഥയെന്ന് എനിക്കിന്നും അറിയില്ല. അങ്ങനെ നവംബറിൽ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ബെസ്റ്റ് ഫ്രണ്ടിൻ്റെ കല്യാണമായിരുന്നു. അപ്പോൾ ഐ വെൻറ്റ് ഫോർ ദാറ്റ്.
ആ സമയത്ത് ഐ ഗോട്ട് എ കോൾ. ആ സമയത്ത് എനിക്കൊരു ജോലി കിട്ടിയിട്ടുണ്ടായിരുന്നു ഒക്ടോബർ സമയത്ത് ത്രൂ ആൻ അതർ ഫ്രണ്ട്. അപ്പോൾ ഐ വാസ് ലൈക്ക് ഇറ്റ് വാസ് ഇൻ ദുബായ്. അത് അല്ലാണ്ട് വേറൊരു ജോലിയും ദുബായ് എന്നുള്ളത് വന്നു, വേറൊരു റോൾ സോഷ്യൽ മീഡിയ. വൺ വാസ് ഇൻ ഡിസൈൻ ആൻഡ് ഐ ടുക്ക് ദ ഡിസൈൻ ആൻഡ് ഐ റിജക്റ്റഡ് ദ സോഷ്യൽ മീഡിയ റോൾ. ആൻഡ് എല്ലാം ഓക്കെ കേട്ടോ, എനിക്ക് പോവാനായി, വിസ ശരിയാവും ഒക്കെ പറഞ്ഞു. ഞാൻ അറ്റസ്റ്റേഷൻ കൊടുത്തു, എല്ലാം കഴിഞ്ഞു, സാലറി ഡിസ്കഷൻ കഴിഞ്ഞു, ഞാൻ വീട്ടിൽ നിന്ന് വർക്ക് ചെയ്യാൻ തുടങ്ങി. In 2 weeks, this person was telling me that, okay, they don't have the legal thing to actually take me over here, so they can't proceed. Offer letter ഒക്കെ കിട്ടി കഴിഞ്ഞിട്ട് few of the people got to know it and പോയി, അതും പോയി. മറ്റേത് ഞാൻ വേണ്ടാന്ന് വെച്ചു, അതും പോയി. 2 ജോലി ഒറ്റയടിക്ക് പോയി. കണ്ടിന്യൂസ്ലി എൻ്റെ മനസ്സിൽ ഡൗട്ട് ഉണ്ടായിരുന്നോ പോകുന്നുള്ളത്, പക്ഷെ അത് ശരിക്കും അത് വർക്കൗട്ടായി. ഞാൻ അന്ന് കുറേ ഇരുന്ന് കരഞ്ഞൊന്നുമില്ല. ഞാൻ അന്ന് പോയിട്ട് പൂജമുറിയുടെ അവിടെ നിന്നിട്ട് പറഞ്ഞു, ഇനി എന്താ വെച്ചാൽ നിൻ്റെ ഇഷ്ടത്തിന് ചെയ്തു, ഞാൻ ഇനി ഒന്നും പറയുന്നില്ല. എല്ലാം പോയി. ലൈക്ക് വർക്ക് മാത്രമല്ല, പുറത്തുനിന്നുള്ളവർക്ക് നമ്മളെ എപ്പോഴും ഫെയിൽ ആക്കണം എന്നാണെങ്കിൽ ഫെയിൽ ആയിക്കോ, എന്താ വെച്ചാൽ ആയിക്കോ, അങ്ങനത്തെ ഒരു അവസ്ഥയിലെത്തി. ആൻഡ് ഐ ജസ്റ്റ് മൂവ് ഫോർവേഡ്. അങ്ങനെ വീണ്ടും ഈ കമ്പനിയിൽ നിന്ന് എനിക്ക് കോൾ ആകും. ഐ ലൈക്ക് ഓക്കെ, നോട്ട് ഗോണ വർക്ക് ഔട്ട്. അങ്ങനെ ഒരു റൗണ്ട് കഴിഞ്ഞു. എനിക്ക് 2 ആഴ്ചയായിട്ട് അസൈൻമെൻ്റ് ഒന്നും വരുന്നില്ല. ഐ വെൻറ്റ് ഫോർ മൈ ഫ്രണ്ട്സ് വെഡിങ് ഇൻ ചെന്നൈ. അപ്പോൾ അത് മാത്രം ഞാൻ ഷോർട്സ് ആക്കിയിട്ടു. അതാണ് ഞാൻ കുറേ കാലത്തിന് ശേഷം വീഡിയോസ് ആയിട്ട് പോസ്റ്റ് ചെയ്യണം. അങ്ങനെ ഞാനതിട്ട് തിരിച്ചു വന്നു. എനിക്ക് അസൈൻമെൻറ്റ് കിട്ടി ചെയ്തു. അഗൈൻ നത്തിങ് ഈസ് ഗോണ ഹാപ്പൻ. ഒരാഴ്ച കഴിഞ്ഞു, റിസൾട്ട് വന്നു. അടുത്ത റൗണ്ട് കഴിഞ്ഞു. ഇറ്റ് വാസ് റീസ്കെഡ്യൂൾഡ് ആക്ച്വലി മൾട്ടിപ്പിൾ ടൈംസ്. അതും ഞാൻ വിചാരിച്ചു നോക്കി ഇത് നടക്കാൻ പോലുള്ള. അങ്ങനെ നടന്നു. അങ്ങനെ 2 മാസം നിന്നു ആ പ്രോസസ്സ്. അപ്പോഴത്തേക്കും ഞാൻ എല്ലാം ഡൗട്ട് ചെയ്യാൻ തുടങ്ങി എന്ന് പറഞ്ഞാൽ എനിക്ക് നല്ലത് വരാൻ പറ്റും എന്നുള്ള കാര്യം ഞാൻ ഡൗട്ട് ചെയ്യാൻ തുടങ്ങി. അതായത് ഇറ്റ് വാസ് ലൈക്ക് എനിക്ക് കഴിവുണ്ട്, നല്ലത് കാര്യം എനിക്ക് ആഗ്രഹമുണ്ട്, പക്ഷേ ഒന്നും എനിക്ക് നടക്കില്ല എന്നൊരു സാധനമായി. ആൻഡ് ഞാൻ പണ്ട് വിചാരിക്കാറുണ്ട്, എനിക്ക് ഒരു ജോലി കിട്ടി കഴിഞ്ഞാൽ ഐ വിൽ ബി ലൈക്ക് സൂപ്പർ ഹാപ്പി, ഐ വിൽ ബി ജമ്പിങ് അറൗണ്ട് ആൻഡ് ദിസ് ആൻഡ് ദാറ്റ് ആൻഡ് ഓൾ ദോസ് തിങ്സ്. അങ്ങനെയൊന്നും അറിഞ്ഞില്ല. 2 മാസം കഴിഞ്ഞു. കുറച്ച് ആഴ്ച മുന്നേ ഐ ഗോട്ട് ദ കൺഫർമേഷൻ. വിശ്വസിക്കാൻ പറ്റിയില്ല. കാരണം മോറോവർ ദിസ് കമ്പനി, മോറോവർ ദാൻ എ ജോബ്, ഇറ്റ് വാസ് മേക്കിംഗ് മീ വർത്തി ഫോർ അതേഴ്സ്. അങ്ങനെ ഒന്നുമില്ലാണ്ടായി. എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഐ വാസ് നോട്ട് ഏബിൾ ടു ആക്സെപ്റ്റ് ദാറ്റ് ഗുഡ് തിങ്സ് ആർ ഹാപ്പനിങ് ടു മീ. സ്ലോലി ദൈവം എന്നുള്ള കോൺസെപ്റ്റൊക്കെ ഞാൻ നത്തിങ് ഈസ് ദെയർ, ലൈക്ക് ഒന്നുമില്ല. ആൾക്കാരൊക്കെ ടൈമിംഗ് എന്നൊക്കെ പറയുമ്പോൾ ലൈക്ക് നത്തിങ് ഈസ് ദെയർ എന്ന് പറയാൻ തുടങ്ങി. കാരണം എനിക്ക് വിശ്വാസമില്ല. അങ്ങനെ ആ സമയപ്പോഴത്തേക്ക് എൻ്റെ ഫണ്ടുകളൊക്കെ കുറച്ച് കയറാൻ തുടങ്ങി. എനിക്ക് പലയിടത്തുനിന്നും പല റാൻഡം കൊളാബറേഷൻസ് ഒക്കെ വരാൻ തുടങ്ങി. ആൻഡ് ഞാനതൊക്കെ ചെയ്ത് ബാങ്ക് ബാലൻസ് ഓക്കെ ആയി, ലൈക്ക് സെറ്റിലായി. കാരണം ഒരു കുറച്ച് കാലം മുന്നത്തെ അവസ്ഥ എന്ന് വെച്ചാൽ എൻ്റെ കയ്യിൽ ഒന്നുമില്ല, ലൈക്ക് ലിറ്ററലി 10 രൂപ പോലും എടുക്കാറില്ല, അങ്ങനത്തെ ഒരു അവസ്ഥയായി. പിന്നെ എൻ്റെ മനസ്സിൽ എപ്പോഴും ഉണ്ടായിരുന്നു ഞാൻ തിരിച്ചു പോവും. അങ്ങനെ 2025 January 10th സാറ്റർഡേ ഞാൻ ആദ്യമായിട്ട് ദുബായിൽ വന്നത്. You know what? 2026 January 10th I came back here in that company which I was wanting from 3 years. An internship ഞാൻ അവിടെ ചെയ്തു, graduation project, and I'm here in that same place with an accommodation, everything provided, with a decent salary, with everything. But maybe this is called time. I feel like I lost that version of myself because ഞാൻ എന്ന് പറയുന്ന വ്യക്തി, ഐ ഓൾവേസ് വാണ്ടഡ് പീപ്പിൾ അറൗണ്ട് മീ ബിക്കോസ് എനിക്ക് ഇമോഷണലി ഞാൻ ആരെങ്കിലും കുറച്ചൊന്നും ഇഷ്ടപ്പെട്ട് ഐ യൂസ് ടു ഡീപ്ലി ഗെറ്റ് കണക്റ്റഡ് ടു ദം. ആരെങ്കിലും പോയി കഴിഞ്ഞാൽ ഐ ലൂസ് മൈ എവറിത്തിങ്, ഐ ജസ്റ്റ് ഡൈ ഫോർ പീപ്പിൾ. പക്ഷേ the thing is, I used to over explain to people and I used to share everything to people and people take it for granted and ഒന്നിനും കൊള്ളില്ല എന്ന് കണ്ടാൽ people used to just throw me out and that was the case every time. ഇത്രയും ഞാൻ പോയപ്പോൾ ഈ ഒരു കാര്യം ഞാൻ പഠിച്ചു, എനിക്ക് ഞാൻ മാത്രമേ ഉണ്ടാവുള്ളൂ, ആരില്ലെങ്കിലും എനിക്ക് ഞാനുണ്ട്. യെസ്, ഐ എം കമ്മിങ് ഫ്രം എ വെരി പ്ലേസ് ഓഫ് ഡെസ്പിറേഷൻ. ഞാൻ ഈ ഒരു വീഡിയോ എടുക്കാൻ, ഈ വീഡിയോ എൻ്റെ മനസ്സിൽ വിഷ്വലൈസ് ചെയ്യാൻ തുടങ്ങിയിട്ട് ഇന്നത്തേക്ക് 8 മാസമായി.
ഈ ഒരു വീഡിയോ ഞാൻ ഓരോ ദിവസവും ഞാൻ കരയുമ്പോൾ എൻ്റെ മനസ്സിൽ ഞാനിങ്ങനെ പറയും പ്രാക്ടീസ് ചെയ്യുന്ന ഈ വീഡിയോ ഞാൻ എടുക്കണത്. പക്ഷെ അതുപോലെ ഒന്നും അല്ല ഈ വീഡിയോ ഞാൻ പറയുന്നത്. പക്ഷേ ഞാൻ പ്രാക്ടീസ് ചെയ്യാറുണ്ട്. ഞാൻ ഇവിടെ വരുന്നതിന് മുന്നേ 6 മാസം മുന്നേ ഞാൻ പാക്കിങ് തുടങ്ങിയത്, പലതും വാങ്ങാനും പിടിക്കാനും ഒക്കെ ആയിട്ട്. I lost a lot of weight. I lost a version of myself. I believe I lost her. പക്ഷെ എൻ്റെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ എനിക്ക് ഓരോ മാസമെങ്കിലും ഒന്ന് അപ്ഗ്രേഡ് ചെയ്യണം. ലുക്കായാലും ശരി, എൻ്റെ സ്വഭാവമായാലും ശരി, എല്ലാം. അല്ലെങ്കിൽ എനിക്ക് സ്റ്റക്കാന്ന് തോന്നിയാൽ ഐ കാണ്ട്. 2023 തുടങ്ങി അങ്ങനെയായിരുന്നു. ഞാൻ മുംബൈ പോയ സമയം തുടങ്ങി ഐ സ്റ്റാർട്ടഡ് ലൂസിങ് മൈ സെൽഫ്. ഐ വാസ് നോട്ട് ഗ്രോയിങ്, ഐ വാസ് ഹാവിങ് നത്തിങ്. ലൈക്ക് എൻ്റെ എല്ലാ ഞാൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര പണ്ട് പഴയ വ്ളോഗ്സൊക്കെ ഞാനിരുന്ന് കാണാറുണ്ട് ഈ ഇടയ്ക്ക്. അപ്പോൾ ചെറിയ ചെറിയ കാര്യം തോന്നി. ഞാനൊരു ജാക്കറ്റ് ഇട്ടിട്ട് പറഞ്ഞു, ഓക്കെ ഇത് ഞാൻ എന്തെങ്കിലും എയർപോർട്ടിൽ ഇടുമായിരിക്കും. അങ്ങനെ പിന്നെ ഞാൻ ആലോചിക്കുമ്പോൾ യെസ് ദാറ്റ് ഹാപ്പൻഡ്. അങ്ങനെ ഒരു സൺഗ്ലാസ്, ഇതൊക്കെ ഞാൻ ചെറിയ ചെറിയ കാര്യങ്ങൾ എന്തിനാണ് പറയണമെന്ന് വെച്ചാൽ ഈ വീഡിയോ മേ ബി ഒരു 10 കൊല്ലം കഴിഞ്ഞിട്ടോ അല്ലെങ്കിൽ ഒരു 5 കൊല്ലം കഴിഞ്ഞിട്ടോ ഞാൻ തന്നെ ഇരുന്ന് കാണുമ്പോൾ ഏതെങ്കിലും ഒരു പൊട്ട സമയത്ത് ഞാൻ ഇരുന്ന് കാണണമെന്ന് വെച്ചാൽ I just wanted to tell her that is me, and also to you guys, whoever is thinking nothing is going to happen. Things will happen for the people who never give up, who keeps on trying. Because പുറത്തുനിന്ന് നോക്കുമ്പോൾ people were just like she's just not lucky. She just don't have a lot of skills, and I'm not saying I'm the most confident person on this planet, or I'm not saying I have the great work in design. I'm not saying anything like that. പക്ഷേ I just believe one thing, that if we keep on trying, you will make it. Maybe that or something better. ഞാൻ ഈ ഒരു കമ്പനീൻ്റെ മെയിൽ ഐ ഡി വെച്ചിട്ട്, എനിക്കത് കമ്പനി ഡിസ്ക്ലോസ് ചെയ്യാൻ പറ്റില്ല, സോറി. ഞാൻ എൻ്റെ ഫോണിൽ വാട്സാപ്പിൽ November 20th, 2024, even before I came to Dubai for the first time, ഞാൻ അയച്ചിട്ടുണ്ടായിരുന്നു. ഇത് ഞാൻ എങ്ങനെയാണെന്ന് കാണുന്നത് വെച്ചാൽ കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ വരുന്നതിന് മുന്നേ എൻ്റെ ഐഫോണിൻ്റെ പാസ്വേഡ് ഞാൻ മറന്നുപോയി. അത് ഞാൻ എൻ്റെ സെർച്ച് ചെയ്തിരിക്കുന്നത് അതിൻ്റെ തൊട്ടുമുള്ളത് കാണാൻ വേണ്ടി മറന്നുപോയ പോലെ. അത്രയും കാലം എന്താ ചോദിക്കാറില്ലേ. ആൻഡ് ഐ സോ ദാറ്റ്. പക്ഷേ കാര്യം എന്താണെന്ന് വെച്ചാൽ എനിക്ക് നടന്നപ്പോൾ കരച്ചിലല്ല വന്നത്. ഞാൻ ഇന്നലെ ഇങ്ങോട്ട് വന്നു, എൻ്റെ അക്കോമഡേഷനിൽ വന്നു. നമുക്കിനി പല പരിപാടികളുണ്ട് കേട്ടോ. ഇവിടെ വന്നപ്പോൾ ഞാൻ വിചാരിച്ചു എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. ഐ മെയ്ഡ് ഇറ്റ്. ബിക്കോസ് ഞാൻ അന്ന് ഇവിടെ നിന്ന് ലീവ് ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ, വിൻഡോ നോക്കി ഞാൻ പറഞ്ഞു ഐ കം ബാക്ക്. ഐ ഡോണ്ട് നോ ഹൗ I came back on that same day, and എനിക്ക് കരച്ചിലാണ് വന്നത്. ഞാനിവിടെ വന്നിരുന്നു കുറേ കരഞ്ഞു. ഐ ഫെൽറ്റ് ലോൺലി. കാരണം ഓൾ ദിസ് വൈൽ ഞാൻ എവിടെ പോയാലും ആൾക്കാരുടെ അടുത്തേക്കാണ് ഓടിക്കൊണ്ടിരുന്നത്. ഞാനിവിടെ വരുന്നതിന് മുന്നേ തീരുമാനം എടുത്തു, ഇനി അതില്ല. ഇനി ഐ ഹാവ് ടു ഹാൻഡിൽ മൈ സെൽഫ്. ഐ ഹാവ് ടു ബിൽഡ് മൈ സെൽഫ് ഓഫ് മൈ ഓൺ. ആൻഡ് ഐ ഗെസ് ഇൻഡിപെൻഡൻസ് ഫീൽസ് വെരി ലോൺലി. ഇന്നലെ ഞാനിവിടെ വന്ന് കരഞ്ഞ് തലവേനെടുത്ത് കിടന്നിട്ട് എനിക്ക് ഞാൻ തന്നെ പോയിട്ട് വേണം എൻ്റെ സിം എടുക്കാനും ഫുഡ് വാങ്ങാനൊക്കെ ഞാൻ തന്നെ പോകണം. I did not want others to interfere in that, not because I hate people, പക്ഷേ I wanted to, for the first time in my life, ഞാൻ ഒരു കാര്യം എൻ്റെ മനസ്സ് പറയണത് കേട്ടിട്ട് ഞാൻ ഫ്രണ്ടിലോട്ട് പോയതാണ്. ആൻഡ് ഇറ്റ് വർക്ക്ഡ് ഔട്ട്. സോ ഈ ഗട്ട് ഫീലിംഗ് പറയുന്ന സാധനം, ഐ ഗെസ് ദാറ്റ് ഈസ് സംതിങ്. കഴിഞ്ഞ വർഷം എന്നെ പഠിപ്പിച്ച കാര്യമാണ് ബിലീവ് ഇൻ യുവർ സെൽഫ്. കാരണം ഒരു കഥ പോലെ പറയാനാണെങ്കിൽ I was walking through a road where I knew where I wanted to go. പക്ഷേ ആ റോഡിൽ കൂടെ പോയത് കിട്ടുമെന്ന് എനിക്കറിയില്ല. I went. അതാണെന്ന് പറഞ്ഞ് പല കാര്യങ്ങളും വന്നു. It was all breaking me apart. Still I kept on going. ആൾക്കാരോട് പറയുമ്പോൾ ഇത് ഭയങ്കര ഡ്രമാറ്റിക് ആയിട്ട് തോന്നും. And I know ഈ വീഡിയോ ഭയങ്കര വലുതായി. പക്ഷേ ഞാൻ പറയില്ല നിങ്ങൾ ദൈവത്തിൽ വിശ്വസിക്കണം എന്നൊന്നും. വിശ്വാസമുള്ളവർ വിശ്വസിച്ചു. ഇതിൻ്റെ ഇടയിലുണ്ടല്ലോ, ഞാൻ ഗുരുവായൂരപ്പൻ്റെ പണ്ട് ഭയങ്കര ഒരു ഫാനായിരുന്നു ചെറിയ കുട്ടിയായിരുന്നു. അപ്പോൾ ഈ ഒരു കമ്പനീൻ്റെ മെയിൽസ് വരുമ്പോൾ ആദ്യമായിട്ട് ഞാൻ പറഞ്ഞില്ലേ ഐ ഓൾമോസ്റ്റ് ഗേവ് അപ്പ് എന്നൊക്കെ, അങ്ങനെയൊക്കെ ചെയ്ത സമയത്തിൻ്റെ ഫസ്റ്റ് ഞാൻ ഒരു സ്വപ്നം കണ്ടു. സ്വപ്നത്തിൽ സംതിങ് an exam was happening. എൻ്റെ സ്കൂൾ ഭയങ്കര ട്രോമറ്റൈസിങ് ആയിരുന്നു എനിക്ക് പോയത്. അപ്പോൾ ഞാൻ എപ്പോഴും അങ്ങനെ സ്വപ്നം കാണും. ആ ദിവസം അങ്ങനെ സ്വപ്നം കാണുന്നതിൻ്റെ ഇടയ്ക്ക് ഐ സോ ദിസ് ഡ്രീം വേർ എന്തോ ഒരു എക്സാം വന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഫെയിൽ ആവുമെന്ന് എനിക്ക് ഉറപ്പായിരുന്നു. എൻ്റെ ഫ്രണ്ട് അപ്പുറത്തായിരുന്നു, ശില്പ എൻ്റെ കഴിഞ്ഞ്. അങ്ങനെ ഒരു സാറ് വന്നിട്ട് ചെക്ക് ചെയ്തപ്പോൾ എൻ്റെ പാസ്സായി. ഐ ഗോട്ട് എ ഗുഡ് മാർക്സ്. ആൻഡ് ലേറ്റർ ഈ സാറ് ഫ്രണ്ടിൽ ഇങ്ങനെ പോയിട്ട് പറഞ്ഞു, യുവർ സക്സസ് ഇസ് ഓൾറെഡി റിട്ടേൺ എന്ന് പറഞ്ഞു. പെട്ടെന്ന് ആ ഫുൾ മാറി. പെട്ടെന്ന് ഫുൾ ഗുരുവായൂർ എൻ്റർപ്രൈസ് പോലെ വലിയ കൃഷ്ണനും കാര്യങ്ങളൊക്കെ വന്ന്. ആൻഡ് ദറ്റ് സെയിം ഡേ ഗോട്ട് ദിസ് കോൾ.
ആൻഡ് എവറി സ്റ്റെപ്പ് ഓഫ് ദിസ് കമ്പനീസ് ഇൻ്റർവ്യൂ ഈ റീസ്കെഡ്യൂൾ ആവുന്ന ദിവസം ഞാൻ കാണില്ല, അതിന് മുന്നേ ഞാൻ കാണും. അപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ എന്തായാലും വരാൻ മുന്നേ എനിക്ക് ഗുരുവായൂർ പോകണം. ഞാൻ പറയണില്ല നിങ്ങൾ ഗുരുവായൂരപ്പനെ വിശ്വസിക്കണം. ഐ വാസ് നോട്ട് പ്രേയിങ് ടു ഹിം ബൈ ദ വേ. ലൈക്ക് അങ്ങനെ ഒരു പ്രത്യേകിച്ച് ഒരു ഗോഡിനൊന്നും ഞാൻ പ്രേ ചെയ്യാറില്ല. അങ്ങനെ ഞാൻ പോയി ഗുരുവായൂർ പോയപ്പോൾ സാധാരണ എനിക്ക് തോന്നുന്നു നമ്മൾ അമ്പലത്തിൽ പോയാൽ നമ്മൾ എന്താ ചെയ്യുക, ദൈവമേ തരണേ. ഞാൻ അവിടെ പോയപ്പോൾ ഞാൻ കണ്ണടച്ചപ്പോൾ എനിക്ക് ഗുരുവായൂർ പ്രതിഷ്ഠയൊന്നും കാണാൻ പറ്റിയില്ല കേട്ടോ. പക്ഷേ ഞാൻ കണ്ണടച്ചപ്പോൾ ഈ കണ്ട എല്ലാവിധ ഡ്രീമുകളുമാണ് എൻ്റെ മനസ്സിലിങ്ങനെ പെട്ടെന്ന് ഓടിയത്. കരച്ചിൽ വന്നു, കരയാൻ പറ്റുന്നില്ല. എനിക്കിപ്പോഴും അതാണ്, എനിക്ക് കരച്ചിൽ വരുന്നുണ്ട്. ഐ ഫീൽ സോ പ്രൗഡ് ഓഫ് മൈ സെൽഫ് ബിക്കോസ് ഓഫ് ബിലീവിങ് ഇൻ മൈ സെൽഫ്. പക്ഷേ എനിക്ക് കരയാൻ പറ്റുന്നില്ല. ഞാൻ കരയേണ്ടത് വേറെ പല കാര്യങ്ങൾക്കാണ്, ഒറ്റയ്ക്ക് പെട്ടു എന്നൊക്കെ പറയട്ടെ. പക്ഷേ സന്തോഷം കൊണ്ട് എനിക്ക് കരയാൻ പറ്റുന്നില്ല. കാരണം മൈ ബോഡി ജസ്റ്റ് ഗോട്ട് ട്രോമറ്റൈസ്ഡ് വിത്ത് എവറിത്തിങ്, ടു ബി ഓണസ്റ്റ്. കൈയൊക്കെ എപ്പോഴും വരയ്ക്കും. എൻ്റെ 2-3 ഫ്രണ്ട്സിനൊക്കെ ഇടയ്ക്ക് കാണാൻ പോയപ്പോൾ എൻ്റെ കൈ വരയ്ക്കുക കോഫി കുടിക്കുമ്പോൾ. ഞാൻ എനിക്ക് ചിരിക്കാൻ മാത്രമേ പറ്റുള്ളൂ. കാരണം കരയണമെന്നുണ്ട്, കരയാൻ പറ്റുന്നില്ല. കാരണം മൈ ബോഡി ടെസ്റ്റിൽ ഞാനിപ്പോൾ ഈ വീഡിയോ എടുക്കാൻ രാവിലെ തൊട്ട് വിചാരിച്ചുകൊണ്ടിരിക്കുന്നതാണ്. എനിക്ക് പറ്റുന്നില്ല. ഞാൻ ചോദിച്ചത് എന്തെങ്കിലും ആവട്ടെ. എനിക്ക് ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ പലതും തന്നെ ഹിറ്റാവുക, പല വ്യക്തികളും പല സിറ്റുവേഷൻസും. ഞാൻ കരഞ്ഞ കുറേ സിറ്റുവേഷൻസും ഒക്കെ ഞാൻ പല പ്രാവശ്യവും വിചാരിച്ചിട്ടുണ്ട് എൻ്റെ ലൈഫ് ഇതോടുകൂടി എൻ്റെ ആവണം, എൻ്റെ ആക്കും. അങ്ങനെയൊന്നും ഒരിക്കലും വിചാരിക്കരുതെന്ന് ഞാൻ പറയില്ല. ഐ നോ നമ്മൾ വിചാരിച്ചു. പക്ഷേ എൻ്റെ അനിയത്തിയായിട്ട് ഞാൻ ആ സമയത്ത് ഭയങ്കരമായിട്ട് ബോണ്ടായി. അവളായിട്ട് ഞാൻ അത്ര ബോണ്ടൊന്നും ആയിരുന്നില്ല. ഐ ഗോട്ട് ബോണ്ടഡ് വിത്ത് ഹർ ലൈക്ക് എനിത്തിങ്. ഈ കാര്യത്തിൽ ഞാൻ പഠിച്ചൊരു വലിയ കാര്യം, നമുക്ക് എന്തെങ്കിലുമൊക്കെ ഉള്ളപ്പോൾ തന്നെ ആൾക്കാർ നമ്മുടെ കൂടെ നിൽക്കുള്ളൂ. ഇല്ലാത്ത പക്ഷം people will ask you to leave. Even if not directly on your face, people will give signals. Take that, move on. Don't look back. Don't hate people. അവരങ്ങനെ പറഞ്ഞു എന്ന് വിചാരിച്ചിട്ട് ഇറ്റ് ഈസ് ദെയർ സിസ്റ്റം. എനിക്ക് ആരോടും ഹെയ്റ്റോ കാര്യങ്ങളോ ഒന്നുമില്ല. ഐ സ്റ്റോപ്പ് ടോക്കിംഗ് ടു എ ലോട്ട് ഓഫ് പീപ്പിൾ. ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ കുറേ പേര് ബ്ലോക്ക് ചെയ്തു. അതിൻ്റെ അഹങ്കാരം കൊണ്ടൊന്നുമല്ല. കാരണം പലരും എന്നെ ഫോളോ ചെയ്യണമെന്ന് ആലോചിക്കുമ്പോൾ എനിക്ക് എൻ്റെ സ്വന്തം സെൽഫ് കാണിച്ചു കൊടുക്കാൻ പറ്റുന്നില്ല. സോ ഐ ജസ്റ്റ് സ്റ്റോപ്ഡ്, ബ്ലോക്ക്ഡ്. It's not because I hate anybody, but just I just prefer to do that because that is my sense of this thing. അപ്പോൾ ഇത് കേട്ടവർക്ക് മനസ്സിലായിട്ടാണ് ഞാൻ എന്താ ഉദ്ദേശിച്ചതെന്നുള്ളത്. നിങ്ങളുടെ ഉള്ളിൽ എന്തെങ്കിലും ഒരു കാര്യം നിങ്ങൾക്ക് വേണമെന്ന് തോന്നുകയാണെങ്കിൽ ഗോ ഫോർ ഇറ്റ്. ഇന്ന് നടന്നില്ലെങ്കിലും നാളെ നടന്നില്ലെങ്കിലും നടക്കും. എനിക്കറിയില്ല നാളെ എന്താ നടക്കാൻ പോകണമെന്ന്. നാളെ എൻ്റെ ഫസ്റ്റ് ഡേ. ഈ വീഡിയോ മേ ബി ഞാൻ ഫെബ്രുവരിയിലേക്ക് അപ്ലോഡ് ചെയ്യണം. കാരണം ഇന്നും എനിക്ക് ഫുള്ളി വിശ്വസിക്കാൻ പറ്റിയിട്ടില്ല. എല്ലാം റീസ്റ്റാർട്ട് ചെയ്യണം, യൂട്യൂബ് റീസ്റ്റാർട്ട് ചെയ്യണം. കാരണം ഈ വീഡിയോ ഞാൻ പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങിയിട്ട് നാളുകളായി. ഇന്നും രാത്രി ഞാൻ ഈ വീഡിയോ മനസ്സിൽ കാണുമ്പോൾ ഞാൻ നിർത്താറുണ്ട്. ഇനി ഇതിനെപ്പറ്റി ആലോചിക്കണ്ട, കാരണം നടക്കില്ല. ഒരു സൈഡ് പറയുമ്പോൾ അടുത്തൊരു സൈഡ് പറയും നോ, ദിസ് ഈസ് ഗോയിങ് ടു ഹാപ്പൻ ആൻഡ് ജസ്റ്റ് ഹാപ്പൻഡ്. സോ ഐ ജസ്റ്റ് വാണ്ട് ടു ടെൽ യു ദാറ്റ് ബിലീവ് ഇൻ യുവർ സെൽഫ് ആൻഡ് സെൻഡ് ദിസ് വീഡിയോ ടു ഹൂഎവർ യു തിങ്ക് ഹാവ് ടു ലിസൺ ദിസ്. കാരണം ഇതൊരു ജോലിക്ക് വേണ്ടിയിട്ട് ഒന്നിനെ പറ്റിയിട്ടുമല്ല. നിങ്ങൾ എന്ത് ചെയ്താലും നിങ്ങളുടെ ഉള്ളിൽ ആ ഒരു വോയിസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ ഗോ ഫോർ ഇറ്റ്. വി നെവർ നോ വാട്ട് ഈസ് ഗോയിങ് ടു ഹാപ്പൻ. കാരണം ഇത് ഞാൻ അപ്ലൈ ചെയ്ത് കിട്ടിയ ജോലി പോലുമല്ല. നമുക്കുള്ളത് നമ്മളുടെ അടുത്തേക്ക് തന്നെ വരും. ആരൊക്കെ എത്ര വട്ടം നമ്മളെ കളഞ്ഞാലും നമ്മളെ കളയേണ്ടിരുന്നാൽ മതി. ഇതെനിക്കും കൂടിയിട്ടുള്ളൊരു റിമൈൻഡറാണ്. നെക്സ്റ്റ് ടൈം when I lose myself, I will watch this video once again. കാരണം ഞാൻ കരഞ്ഞുകൊണ്ടിരുന്നിട്ടുള്ള ക്ലിപ്സ് ഞാൻ കുറേ എടുത്തിട്ട് ഞാനൊരു റീലാക്കണം. ഞാൻ 2025 തുടങ്ങി. ഞാൻ 2025 തുടങ്ങി സ്റ്റാർട്ടിങ്ങിൽ ഞാൻ കരയണേൻ്റെ വീഡിയോ ഒക്കെ റെക്കോർഡ് ചെയ്യും. കരയണം അപ്പം തന്നെ അല്ല, കരഞ്ഞ് നമ്മൾ കഴിയുമല്ലോ, റെക്കോർഡ് ചെയ്യും. എന്തിനാന്ന് വെച്ചാൽ എനിക്ക് കാണണം. ഞാൻ എന്നെ വിശ്വസിക്കാത്ത സമയത്ത് എനിക്ക് കാണണം. പക്ഷെ അത് പലരും കാണുമ്പോൾ സിമ്പതി എന്നൊക്കെ പറയണവർ പറഞ്ഞോട്ടെ. ദാറ്റ് ഈസ് മൈ ന്യൂ റൂൾ. വാട്ട് എവർ യു വാണ്ട് ടു ടെൽ മീ ദിസ് യു ക്യാൻ ജസ്റ്റ് go off. So that's it. So thank you for watching, and send this video to that person who you really think have to listen to this right now. Or if you are that person, just believe in yourself, but make sure you work for it. Okay, whatever it is, work for it. We never know what is going to happen. കാരണം എന്നോട് പലരും പറഞ്ഞു നടക്കില്ല, നടക്കാത്ത സ്വപ്നങ്ങളാണ്, ചിലപ്പോൾ നടക്കില്ല, നിൻ്റെ കയ്യിൽ പൈസ ഇല്ല, നിൻ്റെ ഫാമിലിയിൽ പൈസ ഇല്ല ഒക്കെ പറഞ്ഞിട്ടുണ്ട്. I'm not saying my life has just become golden or anything. Nothing. ഇത് നടന്നപ്പോൾ എൻ്റെ മനസ്സിൽ ഫയർ വർക്ക്സ് എല്ലാം ഉണ്ടായത്, ഡൗട്ടാണ് ഉണ്ടായത്. ഇപ്പോഴും എനിക്കിപ്പോൾ കരച്ചിൽ വന്നാൽ കരയാൻ പറ്റുന്നില്ല.
I started therapy, and yes, things will get better, I guess. So it have to. By the way, it have to, because I just believe in myself, and make sure you do. So yeah, thanks for watching, guys. Bye. ഇനി എന്തായാലും ഇവിടുത്തെ കുറേ ലൈഫും കാര്യങ്ങളൊക്കെ ആയിട്ട് ചുമ്മാ ലക്ഷറി വ്ളോഗ് പോലെ ഇതുപോലെ ചെയ്യുന്നില്ല. പക്ഷെ ദ വേ പീപ്പിൾ ക്യാൻ ഗെറ്റ് എ ഹെൽപ്പ് ഔട്ട് ഓഫ് ഇറ്റ്, നിങ്ങൾക്ക് സജഷൻസ് ഉണ്ടെങ്കിൽ താഴെ പറയാം. സോ ഞാൻ ഇതിന് നീട്ടുന്നില്ല, ഓൾറെഡി 40 minutes കഴിഞ്ഞു. അപ്പോൾ എന്തായാലും യെസ്, ബൈ ഗൈസ്, താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് ടേക്ക് കെയർ.